നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. രംഗത്തെത്തിയത് ആക്മി ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ. മഞ്ചേശ്വരത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് യാത്രക്കാരന് ഗുരുതരം. കുഞ്ചത്തൂർ സണ്ണടുക്ക സ്വദേശി ശിവരാജാണ് അപകടത്തിൽപ്പെട്ടത്. കേരള നിയമസഭയുടെ ഹർജികൾ സംബന്ധിച്ച സമിതിയുടെ തെളിവെടുപ്പ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ആന്റണി രാജു MLA നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിന്റെ സാന്നിധ്യമായി മടിയൻ രാധാകൃഷ്ണൻ മാരാർ. ഇതാദ്യമായാണ് മേളക്കാരിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരാൾ ഇടം പിടിക്കുന്നത്. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരയാത്ര സഹനയാത്ര. ആദ്യ ദിവസം രാത്രി വനിതാ ആശാ വർക്കർമാർ അന്തിയുറങ്ങിയത് തെരുവിൽ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ ആഞ്ഞടിച്ച് മലബാറിലെ പ്രമുഖമായ ആക്മി ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ. തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. ജില്ലയിലെ നിരവധി അനധികൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ സംഘാടനത്തിലും ചടങ്ങുകളിലും DFA ഭാരവാഹികൾ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതമാണ് ആക്മി ക്ലബ്ബ് ഭാരവാഹികൾ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷന് ക്ലബ്ബ് പരാതി നൽകിയതായും അവർ അറിയിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയുടെ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിന് അവസരം നൽകുന്നതിനാണ് കഴിഞ്ഞ വർഷത്തെ DFA ലീഗ് ടൂർണമെൻറ്റ് ജൂൺ മാസത്തിലേക്ക് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ K വീരമണിയും സെക്രട്ടറി TKM റഫീഖും ഷെഡ്യൂൾ മാറ്റി നീട്ടിയതെന്നും ഇവർ ആരോപിച്ചു. KFA അംഗീകൃത ഫുട്ബോൾ അസോസിയേഷൻ്റെ നിലവിലെ ഭാരവാഹികളായ DFAയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അനധികൃത ഫുട്ബോൾ സംഘടനയ്ക്കായി ഇരട്ട വേഷമണിയുകയാണെന്നും ആക്മി ക്ലബ്ബ് ആരോപിക്കുന്നു. DFA പ്രസിഡന്റിൻ്റെ ചെറുവത്തൂരിലെ സ്വന്തം ക്ലബിനെതിരെ കളിക്കുന്ന ടീമുകൾക്കും കളിക്കാർക്കുമെതിരെ നിസാര കാരണങ്ങളുണ്ടാക്കി സസ്പെൻഷൻ നടപടികളെടുത്ത് വിജയമുണ്ടാക്കുവാൻ ശ്രമം നടത്തുകയാണെന്നും കഴിഞ്ഞ വർഷം ഉദുമയിലെ ബാജിയോ ഫാൻസ് ടീമിനെതിരെയും ഇത്തവണ തൃക്കരിപ്പൂർ ആക്മി ക്ലബിനെതിരെയും എടുത്ത നടപടികൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്നും അവർ പറഞ്ഞു. ആക്മി ക്ലബിലെ സൈൻ ചെയ്ത 22 കളിക്കാർക്കെതിരെ സസ്പെൻഷൻ നടപടിയെടുത്ത് 6 മാസം കഴിഞ്ഞ് പിൻവലിക്കുവാൻ ഓരോ കളിക്കാരനും 3000 രൂപ വീതം DFAയ്ക്ക് നിർബന്ധിത പിരിവ് നൽകേണ്ട ഗതികേടുണ്ടായത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ക്ലബിനെ 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും 5 വർഷത്തേക്ക് വോട്ടിംഗ് അവകാശം നിഷേധിക്കുന്നതുൾപ്പെടെയുള്ള കുതന്ത്രമാണ് DFA പ്രസിഡന്റും സെക്രട്ടറിയും പ്രയോഗിക്കുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ ക്ലബിൻ്റെ പരാതി സമർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായും ആക്മി ഭാരവാഹികൾ പറഞ്ഞു. ഈ മുസ കപ്പ് ടൂർണമെൻറ്റിൽ നമ്മുടെ DFAയുടെ പ്രസിഡന്റ് വീരമണി, DFAയുടെ സെക്രട്ടറി റഫീഖ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. അതുപോലെ KFAയുടെ മെമ്പർ UC മുഹമ്മദ്, അദ്ദേഹവും പഠന ഷൂട്ടേഴ്സിൻ്റെ പ്രതിനിധിയാണ്. ഇവരൊക്കെ സജീവമായി സംഘാടകരായി ഉണ്ടായെന്നുള്ള വ്യക്തമായ തെളിവുകൾ KFAക്ക് ക്ലബ്ബ് ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ് ഉപദേശക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട്, സെക്രട്ടറി C ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റുമാരായ AGC ആഷീർ, വളപട്ടണം റഷീദ്, ജോയിന്റ് സെക്രട്ടറി T ബാബു മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് യാത്രക്കാരന് ഗുരുതരം. കുഞ്ചത്തൂർ സണ്ണടുക്ക സ്വദേശി ശിവരാജാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൻ്റെ വാതിലിന് സമീപം നിൽക്കുകയായിരുന്ന ശിവരാജ് പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. മംഗളൂരുവിൽ നിന്നും കാസർഗോട്ടേക്ക് യാത്രക്കാരുമായി വരികയായിരുന്ന കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുമാണ് യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീണത്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ സണ്ണടുക്കയിലെ നാരായണ ഷെട്ടിയുടെ മകൻ ശിവരാജാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് തുമിനാട് ജംഗ്ഷനിലെത്തിയപ്പോൾ വാതിലിന് സമീപം നിൽക്കുകയായിരുന്ന ശിവരാജ് പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ പരിസരവാസികൾ ഓടിക്കൂടുകയും ശിവരാജിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു.
സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ബസ് നിർത്തിയിട്ടു. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷം നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ബസിന്റെ തുടർ സർവീസിന് അനുമതി നൽകിയത്. അടച്ചുറപ്പില്ലാത്ത വാതിലുകളുള്ളതും അമിതമായി യാത്രക്കാരെ കയറ്റുന്നതുമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. സുരക്ഷിത യാത്രയ്ക്കുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ബസ്സുകളിൽ ഒരുക്കണമെന്നും ഇക്കാര്യങ്ങൾ നിയമപാലകർ ഉറപ്പുവരുത്തുവാൻ പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നു. അബ്ദുൽ റഹ്മാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള നിയമസഭയുടെ ഹർജികൾ സംബന്ധിച്ച സമിതിയുടെ തെളിവെടുപ്പ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ആന്റണി രാജു MLA നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തരുതെന്ന് അഡ്വക്കേറ്റ് ആന്റണി രാജു MLA പറഞ്ഞു. കേരള നിയമസഭയുടെ ഹർജികൾ സംബന്ധിച്ച സമിതിയുടെ തെളിവെടുപ്പ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ആന്റണി രാജു MLA നേതൃത്വത്തിൽ നടന്ന തെളിവെടുപ്പിൽ പുതിയ പരാതികളടക്കം 31 പരാതികൾ പരിഗണിച്ചു. സമിതി അംഗങ്ങളായ GS ജയലാൽ MLA, M രാജഗോപാലൻ MLA, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, KK രമ MLA എന്നിവരും കാസർഗോഡ് MLA N നെല്ലിക്കുന്ന്, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ADM P അഖിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ, അപേക്ഷകർ എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു. അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തരുതെന്ന് തെളിവെടുപ്പിൽ സംസാരിക്കവേ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ആന്റണി രാജു MLA പറഞ്ഞു. വർഷങ്ങളായി പട്ടയം ലഭിക്കാതെ കിടന്ന നിരവധി ഹർജികളിൽ സമയബന്ധിതമായി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ സമിതിയുടെ തെളിവെടുപ്പിലൂടെ സാധിച്ചു. കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച പരാതികളിലേറെയും ഭൂമിയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. അവയിൽ പലതും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെ തുടർന്ന് പരിഹാരമാകാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പിന്റെ പരാതികളിന്മേൽ സമയബന്ധിതമായ ഇടപെടൽ നടത്തുമെന്ന ഉറപ്പ് സമിതിക്ക് ലഭിച്ചുവെന്നും അഡ്വക്കേറ്റ് ആന്റണി രാജു MLA പറഞ്ഞു. ഈ കാസർഗോഡ് ജില്ലയിൽ കൂടുതലും ഹർജികൾ വന്നിരിക്കുന്നത് പട്ടയ സംബന്ധ ഭൂമി സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അതിൽ കുറേയൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ലാപ്സ് കാരണം നീണ്ടുപോയതായിട്ട് സമിതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് മേലിലത് അത്തരം കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ നൽകുന്ന പെറ്റീഷനുകളിൽ നിയമപരമായി അവർ നൽകുന്ന പെറ്റീഷനുകളിൽ പ്രൊസീജിയർ അനുസരിച്ചല്ല, അല്ലെങ്കിൽ നിയമം തെറ്റിച്ചാണ് ഹർജികൾ നൽകിയിട്ടുള്ളതെങ്കിൽ ശരിയായ നിയമം എഴുതി ചേർത്ത് അത്തരം പെറ്റീഷനുകൾ പരിഹാരം കണ്ടെത്താൻ ഉദ്യോഗസ്ഥന്മാർ തന്നെ മുൻകൈ എടുക്കണമെന്നുള്ള നിർദ്ദേശം പൊതുവെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പെറ്റീഷൻ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. സാധാരണക്കാർ നൽകുന്ന നിയമപരമായ അപേക്ഷകളിലെ ന്യൂനതകൾ പരിഹരിച്ച് ശരിയായ രീതിയിൽ പരാതി പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികളും നിയമങ്ങളും നിർദ്ദേശിക്കുവാൻ ഉദ്യോഗസ്ഥർ തന്നെ മുൻകൈ എടുക്കണമെന്നും അഡ്വക്കേറ്റ് ആന്റണി രാജു MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 10 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാത്തരം ഭിന്നശേഷി മനുഷ്യ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനം 10 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 9:30 A അബ്ദുറഹിമാൻ പതാക ഉയർത്തും. 10 മണിക്ക് കലക്ടർ മാഹിൻ ഹാജിയുടെ അധ്യക്ഷതയിൽ CT അഹമ്മദ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കൾ, DAPL സംസ്ഥാന ജില്ലാ നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകും. RPWD നിയമത്തെക്കുറിച്ച് അക്കര ഫൗണ്ടേഷൻ CEO മുഹമ്മദ് യാസർ വാഫി ക്ലാസ് എടുക്കും. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർ ഷാൻ തലശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളും കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഗാനവിരുന്നുമുണ്ടായിരിക്കും. പരിപാടി വൈകുന്നേരം 4 മണിക്ക് സമാപിക്കും. DAPL എന്ന ഒരു സംഘടന മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ജില്ലാ സമ്മേളനം ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വരുന്ന മെയ് 10 കാസർഗോഡ് മുനിസിപ്പൽ ഹാളിലാണ് നടക്കുന്നത്. നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ MK മുനീർ സാഹിബ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് വളരെ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എത്രയോ ആളുകൾക്ക് അതിൻ്റെ ഗുണം നമ്മുടെ ഈ നാടിലും ഈ ജില്ലയിലും കുറേ ആളുകൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം.
ഇപ്പോൾ സർക്കാർ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവിധ സഹകരണവും നടക്കുകയാണ്. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് സംസ്ഥാന സമിതി അംഗവും DAPL ജില്ലാ സമ്മേളന സ്വാഗത സംഘം ട്രഷററുമായ PM മുനീർ ഹാജി കമ്പാർ, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ VP ഖാദർ, DAPL സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊളവയൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ബേവി മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ഹനീഫ മൗലവി കുമ്പള, കാസർഗോഡ് മണ്ഡലം നിരീക്ഷകൻ നാസർ ചെർക്കളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃശ്ശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിൻ്റെ സാന്നിധ്യം അറിയിച്ച് മടിയൻ രാധാകൃഷ്ണൻ മാരാർ. ആദ്യമായാണ് മേളക്കാരിൽ ഒരാൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇടം പിടിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളമായാണ് തൃശൂർ പൂരത്തിലെ പാറമേക്കാവിലെ ഇലഞ്ഞിത്തറ മേളം അറിയപ്പെടുന്നത്. ഇലഞ്ഞിത്തറ മേളത്തിൽ 5ാം സ്ഥാനക്കാരനായിട്ടാണ് മടിയൻ രാധാകൃഷ്ണ മാരാർ അണിനിരക്കുന്നത്. വർഷങ്ങളായി മേളത്തിൽ പിൻനിരയിൽ നിന്നും കൊട്ടിക്കയറിയാണ് മുൻനിരയിൽ ഇടം പിടിക്കാറ് പതിവ്. എന്നാൽ മടിയൻ രാധാകൃഷ്ണൻ മാരാരെ നേരിട്ടാണ് മുൻനിരയിൽ 5ാം സ്ഥാനക്കാരനായി ഇടം നൽകിയത്. വാദ്യകലാരംഗത്ത് തന്റേതായ കഴിവ് തെളിയിച്ച ഈ കലാകാരനുള്ള വലിയ ബഹുമതിയാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. വാദ്യകലയ്ക്ക് ആദ്യമായി ലിപി തയ്യാറാക്കിയ മടിയൻ രാധാകൃഷ്ണ മാരാർ തായമ്പകയിൽ സമ്പ്രദായ ശൈലി അടയാളപ്പെടുത്തുന്ന കലാകാരനാണ്. കൂടാതെ തായമ്പകയിൽ രൂപം കൊടുത്തതും മടിയൻ രാധാകൃഷ്ണ മാരാറാണ്. ഇദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ പട്ടും വളയും സമ്മാനിച്ചിരുന്നു. ഉടുപ്പി പേജാവർ മഠത്തിൽ നിന്നും പഞ്ചവാദ്യ പഞ്ചാനൻ എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലും ഇദ്ദേഹത്തിന് ചെണ്ടയിൽ തന്റെ കരവിരുത പ്രകടമാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രഗത്ഭ ശിഷ്യ സമ്പത്തിനും ഉടമ കൂടിയാണ് മടിയൻ രാധാകൃഷ്ണൻ മാരാർ. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ മുൻ ഭാരവാഹി കൂടിയാണ് വാദ്യകലയിൽ തിളങ്ങി നിൽക്കുന്ന മടിയൻ രാധാകൃഷ്ണ മാരാർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരയാത്രയിലെ വനിതാ ആശാ വർക്കർമാർ ആദ്യ ദിവസം രാത്രി അന്തിയുറങ്ങിയത് തെരുവിൽ. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിലെ മാന്തോപ്പ് മൈതാനത്ത് ഷീറ്റ് വിരിച്ചാണ് സമരാംഗങ്ങൾ ആദ്യ ദിനം രാത്രി ഉറങ്ങിയത്. അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തെരുവോരങ്ങളിൽ അഭയം തേടേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു തെരുവിലെ ഈ അന്തിയുറങ്ങൽ. അർഹമായ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുമ്പോൾ സഹന സമരവുമായി കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷനും രംഗത്തുണ്ട്. അസോസിയേഷന്റെ രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായുള്ള വനിതാ ആശാ വർക്കർമാർ ചൊവ്വാഴ്ച രാത്രി അന്തിയുറങ്ങിയത് യാത്ര അവസാനിച്ച കാഞ്ഞങ്ങാടിന്റെ തെരുവിലാണ്. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിലെ മാന്തോപ്പ് മൈതാനത്ത് ഷീറ്റ് വിരിച്ചാണ് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ രാത്രിയിൽ ഉറങ്ങിയത്. തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തെരുവോരങ്ങളിൽ അഭയം തേടേണ്ടി വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ തെരുവിലെ അന്തിയുറങ്ങൽ. ആശാവർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം മുന്നോട്ടു പോകുന്നത്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരയാത്ര അടുത്ത മാസം 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ആശാവർക്കർമാർക്ക് തങ്ങളുടെ അർഹമായ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി തെരുവിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്.
ആശാവർക്കർമാരുടെ ഈ പോരാട്ടത്തിന് ഓരോ ദിവസവും വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉളിയത്തടുക്ക നാഷണൽ നഗർ അൽ-നൂർ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുഞ്ഞുബാല്യങ്ങൾ നാളെയുടെ താരങ്ങൾ എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഉളിയത്തടുക്ക നാഷണൽ നഗർ അൽ-നൂർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് കുഞ്ഞുബാല്യങ്ങൾ നാളെയുടെ താരങ്ങൾ എന്ന ശീർഷകത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മൊബൈലിന് അടിമകളായി ലഹരിയുടെ പിടിയിലമർന്ന് വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞു ബാല്യങ്ങളെ അറിവിൻ്റെയും അനുഭൂതിയുടെയും തീരത്തേക്ക് വഴി നടത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം 100ഓളം പേർ പങ്കെടുത്തു. ഉളിയത്തടുക്ക റേഞ്ച് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് അസ്നവി ഉദ്ഘാടനം ചെയ്തു. CEO മൻസൂർ അഹമ്മദ് മൗലവി നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ ഷഹീർ അഹമ്മദ് അൽ ഫാളിലി ക്ലാസിന് നേതൃത്വം നൽകി. പ്രമുഖ പ്രഭാഷകൻ കബീർ ഹിമമി സഖാഫി കോളിയടുക്ക, മെഹ്മൂദ് ഹനീഫി, ഇസ്മായിൽ അറാഫത്ത് നിസാമി എന്നിവർ സംബന്ധിച്ചു. ചെയർമാൻ മുനീർ അഹമ്മദ് സാദി സ്വാഗതവും അൽ അർഷദി നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനമൈത്രി പോലീസും തളങ്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA N. നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. തായലങ്ങാടി മദ്രസത്തുദ്ദീനിയ ഹാളിലാണ് ജനമൈത്രി പോലീസിൻ്റെയും തളങ്കര റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് MLA N. നെല്ലിക്കുന്ന് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ശത്രുവാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഒക്കെ തകർക്കാൻ വരുന്ന രാജ്യങ്ങൾ. അത് ഏതായാലും ആ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ ശത്രു നമ്മുടെ ഓരോരുത്തരുടെയും ശത്രുവാണ്. ആ ശത്രു പോലെ തന്നെയാണ് ഇന്നിപ്പോൾ വേറൊരു ശത്രു നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശത്രുവിനെ എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP ബാലകൃഷ്ണൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളെ നാട്ടിൽ നിന്ന് ലഹരി ഇല്ലാതാക്കണമെങ്കിൽ ആദ്യമായി നിങ്ങളുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും, ചില ആൾക്കാർ ലഹരി വിൽപ്പന നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഈ ലഹരി ഉപയോഗിക്കാൻ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് അവർ ഒത്തുകൂടുന്ന ഇടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ 3 കാര്യങ്ങളെ ആദ്യമായി ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മുടെ ഇതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കർത്തവ്യം. മാലിക് ദിനാർ ഖത്തീബ് അബ്ദുൽ മജീദ് ബാക്കവി ആമുഖ പ്രസംഗം നടത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, നിങ്ങൾ കള്ള് കുടിക്കരുത്. ഫഇന്നഹാ ലാ തജ്തമിഉ ഹിയ വൽ ഈമാനു അബദാ. ലഹരിയും ഈമാനും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടൂല. ലഹരി ഉള്ളിലേക്ക് കടന്നാൽ മനുഷ്യന്റെ വിശ്വാസം പുറത്തു പോകും. വിശ്വാസമുള്ളവന്റെ ഉള്ളിലേക്ക് ലഹരി പ്രവേശിക്കുകയില്ല. ഏറ്റവും വലിയ ഒരു താക്കീതാണ്. എക്സൈസ് ഓഫീസർ ജനാർദ്ദന ലഹരിക്കെതിരെയുള്ള ക്ലാസ് എടുത്തു. കാസർഗോഡ് SI ശശിധരൻ, ജനമൈത്രി ഓഫീസർ സന്തോഷ് K എന്നിവർ സംസാരിച്ചു. മദ്രസ മാനേജ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുല്ല ഗോവ, തായിലങ്ങാടി കിളർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ബായിക്കര, മുനിസിപ്പൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, തായിലങ്ങാടി വാർഡ് കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി, ജമിയത്തുൽ മുഅല്ലിമീൻ തളങ്കര റേഞ്ച് സെക്രട്ടറി അഷഫ് മർദള, സിയാദ് തെരുവത്ത്, ഹനീഫ് പള്ളിക്കാൽ, അബ്ദുല്ല പടിഞ്ഞാർ, മൊയ്തീൻ പള്ളിക്കാൽ, മാലിക് ദിനാർ അക്കാദമി പ്രിൻസിപ്പൽ അബ്ദുൽ ഭാരി എന്നിവർ സംബന്ധിച്ചു. ജാമിയത്തുൽ മുഅല്ലിമീൻ തളങ്കര റേഞ്ച് പ്രസിഡന്റ് AP അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. മദ്രസ മാനേജ്മെന്റ് തളങ്കര റേഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാൻ ബാങ്കോട് സ്വാഗതവും ട്രഷറർ വെൽക്കം മുഹമ്മദ് കുഞ്ഞി ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കൗണ്ടറിൽ മോഷണ ശ്രമം. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. നഴ്സിംഗ് കൗണ്ടറിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ സമീപത്തെ റൂമിലെ രോഗിയുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീയുടെ ബാഗ് കവർന്നാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. കവർച്ചയുടെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്.
കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ ഒരു യുവാവാണ് മോഷണ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു യുവാവ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കൗണ്ടറിലെത്തി മോഷണ ശ്രമം നടത്തിയത്. ഇവിടെ നിന്നും ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ സമീപത്തുണ്ടായിരുന്ന രോഗിയുടെ റൂമിലെത്തി രോഗിയുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീയുടെ ബാഗും കവർന്നാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത്. യുവാവിൻ്റെ മോഷണ ശ്രമവും ബാഗ് മോഷണവുമെല്ലാം ആശുപത്രിയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ പരാതിയിൽ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 39 തെയ്യങ്ങളുടെ അപൂർവങ്ങളായ ചിത്രങ്ങൾ വരച്ച 2ാം ക്ലാസ്സുകാരൻ്റെ ചിത്രശില്പ പ്രദർശനം മെയ് 9 വെള്ളിയാഴ്ച ചെറുവത്തൂരിൽ നടക്കും. എമ്പുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്യും. പ്രദർശന ഉദ്ഘാടന ചടങ്ങിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രശസ്ത ചിത്രകാരനുമായ തിരുവനന്തപുരം കാരൈക്കാമണ്ഡപം വിജയകുമാർ മുഖ്യാതിഥിയായിരിക്കും. 2 വയസ്സ് മുതൽ ശില്പനിർമ്മാണത്തിൻ്റെ ബാലപാഠം നമ്രത് എന്ന കൊച്ചുമിടുക്കൻ വീടിൻ്റെ അടുക്കളയിൽ ചപ്പാത്തിക്കായി കുഴച്ച മാവെടുത്തായിരുന്നു നടത്തിയിരുന്നത്. താൽപ്പര്യം കണ്ട രക്ഷിതാക്കൾ പ്രോത്സാഹനം നൽകിയതോടെ കുഞ്ഞു ശില്പങ്ങൾ മെനഞ്ഞു തുടങ്ങി. പിന്നീടാണ് ചമ്രകാനം ചിത്രശില്പ അക്കാദമിയിൽ പരിശീലനം ആരംഭിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള തെയ്യങ്ങളുടെ രചന ആർട്ടിസ്റ്റ് രവീന്ദ്രൻ പകർന്നേകി. മെയ് 9 ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 2ാം ക്ലാസ്സുകാരൻ നമ്രതിൻ്റെ ചിത്ര പ്രദർശനത്തിൽ ശത്രു സംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്ക പ്രകാരമുള്ള 39 തെയ്യങ്ങളുടെ സർഗരചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളൂർ ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്രതിൻ്റെ വേറിട്ട ചിത്ര പ്രദർശനത്തിൽ കമ്മാടത്ത് ഭഗവതി, പടക്കത്ത് ഭഗവതി, പുതിയ ഭഗവതി, പുതിച്ചോൻ, വസൂരിമാല, കൈതചാമുണ്ടി, രക്തചാമുണ്ടി തുടങ്ങിയ അപൂർവ തെയ്യങ്ങളുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെയ്യ ചിത്രങ്ങളും കളിമൺ ശില്പങ്ങളും പ്രദർശനത്തിനുണ്ട്. കരിവെള്ളൂർ നെടുവപ്പുറത്തെ അധ്യാപകനായ A. അനീഷിൻ്റെയും A. രശ്മിയുടെയും മകനാണ് നമ്രത്. അപ്പോൾ ഈ എമ്പുരാൻ തെയ്യം എന്ന് പറയുന്നത് 41 പ്രവോൾ തെയ്യം എന്ന അതാണ് 39. ആ 39 തെയ്യങ്ങളുടെ വിവിധ രീതിയിലാണ് ഈ 39 തെയ്യങ്ങളെയും ഈ നമ്രത് രചിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, A. അനീഷ്, A. നമ്രത്, PC അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പളയിൽ വ്യാപാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴം പച്ചക്കറി വ്യാപാരിയായ സന്തോഷ് എന്ന സന്ധുവാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെ കുമ്പള ടൗണിലെ അരിമല കോംപ്ലക്സിന് മുകളിൽ ഷീറ്റിട്ട മേൽക്കൂരയിലെ കമ്പിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഇതേ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലാണ് ഇയാൾ പഴം പച്ചക്കറി കച്ചവടം നടത്തിയിരുന്നത്. വ്യാപാരികൾ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. സാധനങ്ങൾ എടുക്കുവാൻ എത്തിയവരാണ് സംഭവം ആദ്യം കണ്ടത്. താഴത്തെ നിലയിൽ നിന്നും കൊണ്ടുപോയ പ്ലാസ്റ്റിക് ഡ്രമ്മിൽ കയറി നിന്നാണ് ഇരുമ്പ് കമ്പിയിൽ കുരുക്കുണ്ടാക്കി തൂങ്ങി മരിച്ചത്. വിവരമറിഞ്ഞ് കുമ്പള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. യൂത്ത് വിംഗ് കുമ്പള യൂണിറ്റ് ട്രഷററാണ് മരിച്ച സന്തോഷ്. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. മാറിവരുന്ന ജീവിത സാഹചര്യത്തിൽ അവശ്യ സർവീസായി മാറിയ ബാറ്ററി മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണമെന്നും ടാക്സ് കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിത്യവും ഗതാഗത തടസ്സവും അപകടവും നടക്കുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ബാറ്ററി ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പിയും പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാനും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV ദിനേശൻ അധ്യക്ഷനായി. AAWK ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KV ശശികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ അഷ്റഫ് വീരാളി, വൈസ് പ്രസിഡന്റ് KU കലാധരൻ, ജോയിന്റ് സെക്രട്ടറി ലിജുരാജ്, സ്വാഗത സംഘം ചെയർമാൻ VP ഗോപാലകൃഷ്ണൻ, കൺവീനർ AV വാമനൻ, ജില്ലാ സെക്രട്ടറിമാരായ M പ്രദീപ്, K മധു എന്നിവർ സംസാരിച്ചു.
പ്രതിസന്ധികളെ തരണം ചെയ്ത ബാറ്ററി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർ സത്യഭാമയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പുതിയ ഭാരവാഹികളായി KV ദിനേശിനെ പ്രസിഡന്റായും, VP ഗോപാലകൃഷ്ണൻ നായരെ വൈസ് പ്രസിഡന്റായും, K മധുവിനെ ജനറൽ സെക്രട്ടറിയായും, M പ്രദീപ്, വിജയൻ നായർ വെള്ളരിക്കുണ്ട്, രാജേഷ് ഉദുമ, സത്താർ കാസർഗോഡ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, V ബാബുവിനെ IT സെക്രട്ടറിയായും, AV വാമനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. രംഗത്തെത്തിയത് ആക്മി ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ. മഞ്ചേശ്വരത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് യാത്രക്കാരന് ഗുരുതരം. കുഞ്ചത്തൂർ സണ്ണടുക്ക സ്വദേശി ശിവരാജാണ് അപകടത്തിൽപ്പെട്ടത്. കേരള നിയമസഭയുടെ ഹർജികൾ സംബന്ധിച്ച സമിതിയുടെ തെളിവെടുപ്പ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ആന്റണി രാജു MLA നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിൽ വടക്കേ മലബാറിന്റെ സാന്നിധ്യമായി മടിയൻ രാധാകൃഷ്ണൻ മാരാർ. ഇതാദ്യമായാണ് മേളക്കാരിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരാൾ ഇടം പിടിക്കുന്നത്. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ രാപ്പകൽ സമരയാത്ര സഹനയാത്ര. ആദ്യ ദിവസം രാത്രി വനിതാ ആശാ വർക്കർമാർ അന്തിയുറങ്ങിയത് തെരുവിൽ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.